ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വെച്ചാൽ നല്ല അടിപൊളി പുഡിങ് കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോണ അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ. ലോട്ടസ് ബിസ്ക്കറ്റാണ് കേട്ടോ ഇതിനായിട്ട് ആവശ്യമുള്ളത്. 25 ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സിൻ്റെ ജാറിലൊന്ന് കറക്കിയെടുക്കണം കേട്ടോ. ഇതൊന്ന് ചെറുതായി ഒന്ന് നടുവേ ഒന്ന് മുറിച്ചിട്ട് ഒരു പകുതി ബിസ്ക്കറ്റ് എടുത്തിട്ട് നമുക്ക് ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിൻ്റെ ജാറിൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ. അപ്പോൾ നല്ലതുപോലെ അങ്ങോട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ബാക്കിയുള്ള ബിസ്ക്കറ്റും കൂടി അങ്ങോട്ട് പൊടിച്ചിടാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ബട്ടറാണ് കേട്ടോ. അത് 4.5 ടേബിൾ സ്പൂൺ വേണം കേട്ടോ. ബാക്കിയുള്ളതും കൂടി നല്ലതുപോലെ ഒന്ന് ഇതിലേക്കൊക്കെ ആക്കി വെച്ച് ഇനി ഈ പൊടിച്ച ബിസ്ക്കറ്റിലേക്ക് നമുക്ക് ബട്ടർ ഉരുക്കിയത് 4.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് യോജിക്കുന്ന പോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഈ ബിസ്ക്കറ്റിലേക്ക് നല്ലതുപോലെ ഈ ബട്ടറൊക്കെ ഒന്ന് യോജിക്കട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചായിട്ട് ബട്ടർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണം ഇളക്കി അങ്ങോട്ട് കൊടുക്കാൻ കേട്ടോ. അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഈ ബിസ്ക്കറ്റ് പൊടിച്ചതിന് ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ മാറ്റി വെക്കണം കേട്ടോ. ഈ പൊടിച്ചത് നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ആവശ്യം വരും. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. നല്ല ബലത്തിൽ തന്നെ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. നല്ല ബലമായിട്ട് അടിയിലൊന്ന് ഇരുന്നോട്ടെ. അപ്പോൾ സ്പൂൺ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഒപ്പമൊക്കെ ആക്കിയിട്ട് നല്ലപോലെ അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ ആക്കി കൊടുത്താൽ നല്ലതുപോലെ യോജിച്ച് അതിലോട് നല്ല ബലത്തിൽ അവിടെ ഇരുന്നോളൂ കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫ്രീസറിൽ അങ്ങോട്ട് ഇരുന്നോട്ടെ. ഇനി അടുത്ത സ്റ്റെപ്പ് ഒരു കപ്പ് പാല് അതെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അത് 2 ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കണം. 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചോട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് നല്ലതുപോലെ അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം. കട്ടയെല്ലാം നല്ലതുപോലെ ഒന്ന് ഉടച്ച് കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പാല് നമുക്ക് സ്റ്റൗവൊക്കെ ഓണാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പാലൊന്ന് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് കസ്റ്റാർഡ് പൗഡർ കുറുക്കിയതുണ്ടല്ലോ അത് ഇതിലേക്ക് കൊണ്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പാൽ ഏകദേശം ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാല് അടിപ്പിടിക്കും കേട്ടോ. ഇനി നമുക്ക് പഞ്ചസാര 3 ടേബിൾ സ്പൂൺ അതിട്ട് കൊടുക്കാം ഈ പാലിലോട്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് യോജിച്ചിട്ട് പാലിലേക്ക് നല്ലതുപോലെ ഒന്ന് യോജിച്ചിട്ട് വരട്ടെ. അപ്പോൾ ചെറുതായി ഒരു തള വരുമ്പോൾ നമുക്ക് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പാലിങ്ങനെ ഏകദേശം ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കസ്റ്റാർഡ് പൗഡറിൻ്റെ കുറുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെക്കണം, ഒരു മീഡിയം ലെവലിൽ ആക്കി വെക്കാം കേട്ടോ തീയെ. ഇനി ഇതൊന്ന് കൈവിടാതെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതൊന്ന് കുറുകി വരുന്ന പരുവാകണ വരെ കൈവിടാതെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഇവിടെ ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് കട്ടയാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ഒരു ഏകദേശം ഞാൻ കാണിച്ചു തരാം, അതേപോലെ ആക്കിയാൽ മതിയാവും. ഇപ്പോൾ ഏകദേശം ഇതേപോലെ കുറുകി വരുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് യോജിക്കട്ടെ. അപ്പോൾ എല്ലാം അവിടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി സ്റ്റൗവ് ഓഫ് ചെയ്ത് ഇതേപോലെ കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്താൽ. ഇനി അടുത്തത് നമ്മുടെ 10 മിനിറ്റിന് ശേഷം ആ ഫ്രീസറിൽ നിന്ന് അതെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാലിൻ്റെ കുറുക്കുണ്ടല്ലോ അത് ചൂടോട് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി
എന്താണ് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് വെളിയിൽ ഇരുന്നിട്ട് തന്നെ നല്ലതുപോലെ ചൂടാറട്ടെ കേട്ടോ. അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് നല്ല വിപ്പിംഗ് ക്രീമില്ലേ, അതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നൊന്ന് അതും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നനവില്ലാത്തൊരു പാത്രം തന്നെ നോക്കി എടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ബിസ്കോഫിൻ്റെ സ്പ്രെഡാണ് കേട്ടോ ആവശ്യമുള്ളത്. ഞാൻ എടുത്തേക്കുന്നത് ലോട്ടസിൻ്റെ തന്നെയാണ് കേട്ടോ. അതൊരു 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലോട്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ കട്ടയൊക്കെ ഉടഞ്ഞ് നല്ലതുപോലെ ബീറ്റായി വരട്ടെ, അതുവരെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറി മിൽക്കിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. അത് നമുക്ക് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് നമുക്ക് അവിടെ ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, നല്ലതുപോലെ അത് ചൂടാറി വന്നിട്ടുണ്ട്. അതിൻ്റെ മേലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വായിലിട്ടാൽ അലിഞ്ഞു പോണ ഒരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ക്രീം അടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാവിടെയും ആകുന്ന പോലെ ഒന്ന് ഉപ്പാക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് അലങ്കാര പണികളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ നിങ്ങളുടെ എന്താ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് അരികത്തൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇതൊക്കെ ഏകദേശം ഇവിടെ ഇങ്ങനെ റെഡിയാക്കി അടിപൊളിയായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഫസ്റ്റിലെ കുറച്ച് 3 ടേബിൾ സ്പൂൺ നമ്മുടെ ബിസ്ക്കറ്റ് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് അങ്ങടെ അരികത്തൊക്കെ ഇങ്ങനെ വെച്ചു. നിങ്ങൾ ഓരോ കലാകാരികളുടെ വാസനയൊക്കെ അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് തണുപ്പിച്ചിട്ട് അങ്ങോട്ട് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റുമാണ്. കുറച്ച് തണുപ്പ് കൂടിയാകുമ്പോൾ വായിലിട്ടാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം ഇങ്ങനത്തെ ഒരു അടിപൊളിയാണോ ഇത് കാണുമ്പോൾ? അപ്പോൾ എൻ്റെ ഒരു മനസ്സിലൊരു തലയിൽ ഒരു ബുദ്ധിയോടെ കുറച്ച് ബിസ്ക്കറ്റിൻ്റെ ആ പൊടിയൊക്കെ ആക്കിയിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ ഇതിനെ ഒന്ന് അടപ്പൊക്കെ ആക്കിയിട്ട് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ വെക്കാം കേട്ടോ. അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ അടുത്തേക്കണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് കേട്ടോ. അപ്പോഴത്തേനും കുട്ടികളൊക്കെ എടുത്ത് കൂടി കേട്ടോ. അപ്പോൾ വേഗം മുറിച്ചതാമ്മ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇങ്ങനത്തെ അടിപൊളി ടേസ്റ്റുള്ള നല്ല പുഡിങ് ഇവിടെ റെഡി ആയിക്കണ. ഏറ്റവും എളുപ്പമുള്ള ഒരു പണിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ.